നമസ്കാരം. പുനലൂർ സർവകലാശാല PSC യൂട്യൂബ് ചാനലിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിക്കുന്നത് ഒരു ബഹുഭുജങ്ങളുടെ വികർണങ്ങൾ എത്ര എണ്ണം വെച്ച് വരയ്ക്കാൻ പറ്റും ഓരോ ബഹുഭുജത്തിന് എന്നുള്ളതാണ്. ഓരോ വശങ്ങൾ വരുന്നു. 5 വശമുള്ള ബഹുഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? ഈ ചോദ്യം നിങ്ങളുടെ ഹോംവർക്കാണ് കേട്ടോ. ലാസ്റ്റ് പറയുന്നുണ്ട്, ചെയ്തിട്ടേക്കുക. 8 വശമുള്ള ഒരു ബഹുഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. എങ്ങനെ നമുക്ക് വികർണങ്ങൾ വരച്ച് നോക്കാതെ ഉത്തരം കണ്ടെത്താം? പോയാലോ? ചോദ്യം: 6 വശമുള്ള ഒരു ബഹുഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? ഓക്കെ, അപ്പം ഒരു ബഹുഭുജത്തിന്റെ വികർണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. n എന്ന് പറഞ്ഞ വശങ്ങൾ രണ്ടാണ്. n-3 ഡിവൈഡഡ് ബൈ 2. മറന്നു വരുത്. n×n-3/2. ഓക്കെ, ഇനി എന്തോ വികരണം? വികരണം എന്ന് പറഞ്ഞാൽ ഡയഗണലാണ്. ഡയഗണൽ എന്താണ് വികരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു 6 വശമുള്ള ബഹുഭുജം എന്ന് പറയുമ്പോൾ 6 വശം അതിനകത്ത് ഉണ്ടാവും. 1 2 3 4 5 6. ഇപ്പൊ വികരണം എന്ന് പറഞ്ഞാൽ 2 ഈ മൂലബിന്ദുക്കളുണ്ടല്ലോ, അതിനെ ജോയിൻ ചെയ്യണം. അപ്പൊ ഇതാണ് വികരണം, ഡയഗണൽ. അപ്പൊ അത് എത്ര എണ്ണം വരയ്ക്കാന്ന് ഇപ്പൊ തന്നെ ഞാൻ 2 എണ്ണം വരച്ച്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞാൽ വരയ്ക്കുമ്പോൾ 3 ആയി. പിന്നെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 4 ആയി. അതുകൊണ്ട് 5 ആയി, 6 ആയി, 7 ആയി. 7 ഇങ്ങോട്ട് വരയ്ക്കും. തണ്ട് ഇങ്ങോട്ട് 8 ആയി. തടി ഇങ്ങോട്ട് 9 ആയി. 9 എണ്ണം വരയ്ക്കാം. 9 എണ്ണം ഇപ്പൊ നമ്മൾ വരച്ച് നോക്കി ഇപ്പൊ കണ്ടുപിടിച്ചു. 9 എണ്ണം ഞാൻ ഇപ്പൊ വരച്ചു കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം 9 ആണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ നമുക്ക് കാണാതെ പോയേക്കാം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. n×n-3/2. അപ്പൊ n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. അപ്പൊ 6 വശമുള്ള ഒരു ബഹുഭുജം. അപ്പൊ n-ന്റെ സ്ഥാനത്തോട്ട് 6 ഇട്ട് കൊടുക്കാം. 6 × n-3 6-3/2. അപ്പൊ 6 × 3 പോയാ 3/2. 2 6 കൂടെ കട്ട് ചെയ്ത് 3 3 × 3 9 എന്ന് ഉത്തരം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി കണ്ടുപിടിച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: 10 വശമുള്ള ഒരു ബഹുഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? 10 വശമുള്ള ഒരു ബഹുഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? അപ്പൊ വികർണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. n×n-3/2. ഇപ്പൊ n എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 10 × 10-3/2. അപ്പൊ 10 × 10-3/7/2. 2 10 കൂടെ കട്ട് ചെയ്ത് 5. 5 × 7 35. ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം തരാം. നിങ്ങൾ കമന്റ് ചെയ്തോ. 5 വശമുള്ള ഒരു ബഹുഭുജത്തിന്, ഇത് നിങ്ങളുടെ ഹോംവർക്കാണ് കേട്ടോ. 5 വശമുള്ള ഒരു ബഹുഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? 5 വശമുള്ള ഒരു ബഹുഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? ചുമ്മാ ഒന്ന് കമന്റ് ചെയ്തേക്ക്. 5 വശമുള്ള ബഹുഭുജത്തിന് എത്ര വികർണങ്ങൾ